തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എൻഡിഎയെ തുണയ്ക്കുമോ? ബിജെപി ഉറ്റുനോക്കുന്നത് 46,000 വോട്ടർമാർ വരെ വെട്ടിമാറ്റിയ തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിലേക്ക്. കേരളത്തിലെ 41 മണ്ഡലങ്ങളിൽ 10,000-നും 20,000-നും ഇടയിൽ വോട്ടർമാർ കുറഞ്ഞു. വോട്ടർ പട്ടിക ശുദ്ധീകരണം UDFനെ ബാധിക്കില്ലെന്ന് നേതാക്കൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതുവിധം നിഴലിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. സംസ്ഥാനത്തെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾക്കും BJPയുടെ മുന്നേറ്റത്തിനും വഴിയൊരുക്കിയേക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. കാരണം സംസ്ഥാനത്താകെ 7 ലക്ഷത്തോളം വോട്ടർമാരാണ് പട്ടികയിൽ നിന്ന് പുറത്തായത്. BJP ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ 3.03 ലക്ഷം പേരാണ് പട്ടികയിൽ നിന്ന് പുറത്തായത്. വോട്ടുകൾ കുറഞ്ഞത് പ്രതിപക്ഷ മുന്നണികൾക്ക് ആശങ്കയുണ്ടാക്കുമ്പോൾ ഇത് തങ്ങൾക്ക് ഗുണകരമാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് NDA ക്യാമ്പ്. BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം എന്നീ നഗരമണ്ഡലങ്ങളിൽ മാത്രം 30,000 മുതൽ 46,000 വരെ വോട്ടർമാരുടെ കുറവുണ്ടായിട്ടുണ്ട്. മരിച്ചവരുടെ പേരൊഴിവാക്കൽ, ഇരട്ടിപ്പുകൾ, ദീർഘകാലമായി താമസം മാറിയവർ എന്നിവരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതാണ് ഈ മാറ്റത്തിന് പ്രധാന കാരണം. മണ്ഡലത്തിൽ താമസിക്കാത്തവരുടെയും മരിച്ചവരുടെയും പേരിൽ ചെയ്യപ്പെട്ടിരുന്ന കള്ളവോട്ടുകൾ തടയാൻ പുതിയ പട്ടികയിലൂടെ സാധിക്കുമെന്നും ഇത് BJPക്ക് വലിയ രീതിയിൽ ഗുണകരമാകുമെന്നുമാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. SIRന് മുമ്പ് 2025 ഒക്ടോബറിൽ വോട്ടർ പട്ടിക മരവിപ്പിച്ച ഘട്ടത്തിൽ വോട്ടർമാരുടെ എണ്ണം 2.78 കോടിയായിരുന്നു. മാർച്ച് 23-ന് പുറത്തിറക്കിയ അന്തിമ പട്ടിക പ്രകാരം ഇത് 2.71 കോടിയായി കുറഞ്ഞു. ഇത്തവണ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വലിയ പരാതികളില്ലാതെയാണ് SIR പ്രക്രിയ പൂർത്തിയായതെന്നാണ് വിലയിരുത്തൽ. SIRന് ശേഷം സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിൽ 93 എണ്ണത്തിലും വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവുണ്ടായി. തെക്കൻ കേരളത്തിലാണ് ഈ കുറവ് കൂടുതൽ പ്രകടം. വോട്ടർമാരുടെ എണ്ണത്തിൽ വർധന രേഖപ്പെടുത്തിയ 47 മണ്ഡലങ്ങളും വടക്കൻ കേരളത്തിലാണ്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചു. അതേസമയം തിരുവനന്തപുരം ജില്ലയിലെ 4 മണ്ഡലങ്ങളിലും എറണാകുളം ജില്ലയിലെ 1 മണ്ഡലത്തിലും 30,000-ലധികം വോട്ടർമാരുടെ വലിയ കുറവുണ്ടായി. കേരളത്തിലെ മറ്റു 41 മണ്ഡലങ്ങളിൽ 10,000-നും 20,000-നും ഇടയിൽ വോട്ടർമാർ കുറഞ്ഞു. 27 മണ്ഡലങ്ങളിൽ 5,000 മുതൽ 10,000 വരെയും 20 മണ്ഡലങ്ങളിൽ 5,000-ന് താഴെയുമാണ് വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ കുറവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. SIR മുസ്ലിം വോട്ടർമാരെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന തോന്നൽ മലപ്പുറത്തും വടക്കൻ കേരളത്തിലും വോട്ടർമാരുടെ എൻറോൾമെന്റ് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ടാകാമെന്നാണ് വിലയിരുത്തൽ. മുൻപ് പട്ടികയിലില്ലാതിരുന്ന പല പ്രവാസികളും ഇത്തവണ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നത് ശ്രദ്ധേയം. സാധാരണഗതിയിൽ നഗരമണ്ഡലങ്ങളിൽ BJPക്ക് ലഭിക്കുന്ന ഉറച്ച വോട്ടുകൾ കൃത്യമാണെന്നും എന്നാൽ പട്ടികയിൽ നിലനിന്നിരുന്ന അദൃശ്യമായ വോട്ടുകൾ പലപ്പോഴും രാഷ്ട്രീയ എതിരാളികൾ അട്ടിമറി ശ്രമങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നുവെന്നും BJP ആരോപിക്കുന്നു. കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ജയപരാജയങ്ങൾ നിശ്ചയിക്കപ്പെടുന്ന ഈ മണ്ഡലങ്ങളിൽ അദൃശ്യ വോട്ടുകൾ ഇല്ലാതാകുന്നത് NDAയുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. തെക്കൻ കേരളത്തിൽ വോട്ടർമാർ കുറഞ്ഞപ്പോൾ മലപ്പുറം ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടായിട്ടുണ്ട്. മലപ്പുറത്ത് മാത്രം 2.19 ലക്ഷം വോട്ടർമാരാണ് പുതുതായി പട്ടികയിൽ ഉൾപ്പെട്ടത്. വടക്കൻ കേരളത്തിലെ ഈ വോട്ട് വർധനവ് UDFനെയും LDFനെയും തുണയ്ക്കുമെന്ന് കരുതുമ്പോഴും തെക്കൻ കേരളത്തിലെ നഗരമണ്ഡലങ്ങളിൽ വോട്ടർ പട്ടിക ക്ലീൻ ആയത് BJPക്ക് നിയമസഭയിലേക്കുള്ള വഴി തെളിക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.